10 വർഷങ്ങൾക്കിപ്പുറം ആ കോമ്പിനേഷൻ വീണ്ടും വരുന്നതായ സൂചനകളാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളിൽ. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയുടെ അവസാന ചിത്രമായേക്കുമെന്ന് കരുതപ്പെടുന്ന ദളപതി 69-ൽ മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് സംഭവിച്ചാൽ 10 വർഷത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാവും ഇത്. നേരത്തെ 2014-ൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ ചിത്രം ജില്ലയിൽ വിജയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. സിനിമ ഭാഷാപരമായ അതിരുകൾക്കപ്പുറത്ത് പ്രേക്ഷകരെ കണ്ടെത്തുന്ന കാലമായതിനാൽ തന്നെ കാസ്റ്റിംഗിൽ മറുഭാഷാ താരങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരു ട്രെൻഡ് പോലുമാണ്. ഇതിനകം ചിത്രത്തിലുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള മറ്റു താരങ്ങൾ സിമ്രാനും മമിത ബൈജുവുമാണ്. സിമ്രാന്റെ കാസ്റ്റിംഗ് വാസ്തവമാണെങ്കിൽ നീണ്ട 24 വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കും ഇരുവരും സ്ക്രീൻ പങ്കിടുന്നത്. എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വേളയിൽ സിനിമാ ജീവിതം താൻ അവസാനിപ്പിക്കുകയാണെന്ന സൂചനയാണ് വിജയ് നൽകിയത്. ഇപ്പോൾ തിയേറ്ററിലുള്ള വെങ്കട് പ്രഭു ചിത്രം ഗോൾഡിന് ശേഷം വിജയ് ഒരു ചിത്രത്തിൽ മാത്രമേ അഭിനയിക്കൂ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. അതേസമയം KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. കന്നഡ സിനിമയിൽ നിന്നുള്ള നിർമ്മാതാക്കളായ ആദ്യ തമിഴ് ചിത്രമാകും ഇത്. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഫിലിം സ്പോട്ട്ലൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.